കർണാടകയിൽ നിന്ന് ശുഭകരമായ വാർത്തകൾ വരുന്നു. ലോറിയുടെ ലൊക്കേഷൻ റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയെന്നാണ് വരുന്ന വാർത്തകൾ. കഴിഞ്ഞ 5 ദിവസമായി കോഴിക്കോടുകാരൻ അർജുനൻ, 30 വയസ്സുള്ള അർജുനൻ, അദ്ദേഹത്തിൻ്റെ ആ ലോറിയുടെ ക്യാബിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ എന്ന് പറയുന്നു, ഏകദേശം 300-400 മീറ്റർ നീളത്തിൽ മല ഇടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പുറത്തേക്ക് വീണു. അതിനോടൊപ്പം പല വാഹനങ്ങളും ആ മണ്ണിടിച്ചിൽ മുഴുവൻ തൊട്ടടുത്തുള്ള നദിയിൽ കൂടെ ഒഴുകിപ്പോയി. പക്ഷെ നദിയിലിപ്പം വാഹനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മണ്ണിനടിയിൽ തന്നെയാണ് അർജുൻ്റെ വാഹനം എന്ന് ആദ്യം മുതലേ അവിടുത്തെ വിദഗ്ധർ പറയുന്നുണ്ട്. ഇപ്പം അവിടുത്തെ SP നാരായണൻ, അവിടുത്തെ കളക്ടർ എല്ലാ സ്ഥലത്തുണ്ട്. 5ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പം വളരെ ധൃതിയിൽ വളരെ ആക്റ്റീവായി കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ടെങ്കിലും ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് നമുക്ക് ജീവനോടെ അർജുനെ ലഭിച്ചിരുന്നു. വലിയ പരിക്കേൽക്കാതെ ലഭിച്ചിരുന്നതിനെ. പക്ഷേ വളരെ സ്ലോ ആയിട്ട് 3 ദിവസത്തെ പ്രവർത്തനം ഇവിടുത്തെ ചാനലുകാരും TV-ക്കാരും അതുപോലെ തന്നെ കോഴിക്കോടുള്ള ജനങ്ങളും വാഹനത്തിൻ്റെ പല വാഹനങ്ങളുടെ ഉടമസ്ഥരും അതുപോലെ കേരള മുഖ്യമന്ത്രി ഇടപെട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെട്ടു. കർണാടക സർക്കാർ രംഗത്ത് വന്നപ്പം കളക്ടറും അവിടുത്തെ SP രംഗത്തെത്തി. ഇന്നലെയാണ് അവരെല്ലാവരും എത്തിയത്. 4ാം ദിവസം അവരെത്തി. ഇപ്പം വളരെ നല്ല പ്രോഗ്രസ്സിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. റഡാർ ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ലൊക്കേഷൻ ലോറിയുടെ ഏകദേശം കണ്ടെത്തി കഴിഞ്ഞു. അത് ഈ ലോറിയാണോ അത് മറ്റു വാഹനങ്ങളാണോ എന്നറിയില്ല. പക്ഷേ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി. അർജുൻ ഓടിച്ച ലോറിയുടെ ക്യാബിൻ സിസ്റ്റം ആധുനിക ക്യാബിൻ സിസ്റ്റമാണ്. അവിടുത്തെ AC വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 3-4 ദിവസം ജീവനോടെ അതിനകത്ത് കഴിയാം എന്നാണ് വിദഗ്ധോപദേശം. ആ ക്യാബിനകത്ത് നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ മൊബൈൽ ബെല്ലടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫായി. അതുപോലെ ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്നു ദിവസക്കണക്കിന് എന്നും പറയുന്നുണ്ട്. ഏകദേശം പകുതിയോളം അതിനകത്തുള്ള ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ ഉണ്ട്. AC വർക്ക് ചെയ്യുന്നുണ്ട്. എയർ അത്യാവശ്യം ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നാണ് അതിന് ഇൻഡിക്കേഷൻ. ഏതായാലും വീട്ടിൽ നിന്ന് ഭാര്യയും അമ്മയും വിളിക്കുമ്പം ബെല്ലടിക്കുന്നുണ്ട്. കുറേ നേരം ബെല്ലടിച്ചു കഴിഞ്ഞ് ഓഫാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഓഫാകുന്നതിന് ശേഷം വീണ്ടും വിളിക്കുമ്പം ബെല്ലടിക്കുന്നുണ്ട്, ഓഫാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഈ മൊബൈൽ ഫോണിൻ്റെ ചാർജ് പോകാതിരിക്കാൻ അധികം ബെല്ലടിക്കാതെ ഓഫ് ചെയ്യുന്നതാണെന്ന് കണക്കാക്കാം. സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇതേപോലെ ലോറി പോയിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇവർ ഒന്നിച്ചു പോകുമ്പോഴും അവരെല്ലാം ഈ അങ്കോളയിൽ ഈ പറഞ്ഞ സ്ഥലത്ത് അവർ റെസ്റ്റിംഗ് പ്ലേസാണ്. അവിടെ ചില ചായക്കടകളുണ്ട്. അവിടെ ഒരു വശത്ത് മലയും പിന്നെ ഹൈവേ റോഡും താഴെ നദിയുമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെയാണ് പലരും വിശ്രമിക്കുന്നത്. അവിടെ നദിയിലിറങ്ങി നല്ല ശുദ്ധജലമുള്ള സ്ഥലമാണ്. നദിയിലിറങ്ങി കുളിക്കും. അവിടെ നിന്ന് ചായക്കടയിൽ നിന്ന് ആഹാരം കഴിക്കും. അവിടെ കുറേ റെസ്റ്റ് എടുക്കും. ചിലപ്പോൾ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങും. അതിനുശേഷം അവർ യാത്ര തുടങ്ങും. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ബോംബെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കടൽ തീരത്തൂടെയുള്ള റൂട്ട് തന്നെയാണ്. ഇത് വലിയ മലകളും വലിയ കാടുകളും കീഴ്ക്കാന്തൂക്കായ പാറകളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഏകദേശം ഒരു 2 കിലോമീറ്ററിനകം മുഴുവൻ മണ്ണിടിഞ്ഞ് റോഡിലോട്ട് വീണു. ആ വഴി സഞ്ചരിച്ച വാഹനങ്ങളുടെ പുറത്തും അവിടുത്തെ ആൾക്കാരും അങ്ങനെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കിടക്കുന്ന സ്ഥലം ഇപ്പോൾ അർജുനെ ലൊക്കേറ്റ് ചെയ്ത ലോറിയാണെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് 3 പേരെ മിസ്സായിട്ടുണ്ട്. ആ 3 പേര് അർജുനും കൂടെ ചേർത്ത് ആ 3 പേരെ കണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അതേസമയത്ത് ഈ 4-5 ദിവസത്തെ ഭക്ഷണം കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട്. അർജുൻ്റെ കൂടെ പല സന്ദർഭത്തിലും ഒന്നിച്ച് വാഹനം ഓടിച്ചു പോയതും പിന്നെ ഒറ്റയ്ക്ക് 1-2 ദിവസം ഒരു വാഹനം ഓടിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുന്നത് 3-4 ദിവസത്തെ ഫുഡ് എപ്പോഴും ഞങ്ങൾ സൂക്ഷിക്കും, തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പം കുറേശ്ശെ കഴിച്ച് അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താനായിട്ടുള്ള
കഴിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. രണ്ടാമത്, ഫുഡില്ലെങ്കിലും വെള്ളമുണ്ടെങ്കിൽ 3-4 ദിവസം ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ്. പിന്നെ ആവശ്യത്തിന് ഓക്സിജൻ, അതിനകത്ത് എന്തായാലും റേഡിയോ വേവ്സ് പോയിട്ടുണ്ട്. അത് തന്നെ മൊബൈലിൽ അദ്ദേഹം ഓഫ് ചെയ്യുന്ന അദ്ദേഹം തന്നെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശ്വസിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്പം ആ മണ്ണ് പുറത്ത് വീണ് കിടന്നെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ആ ഓക്സിജൻ വരുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഫുഡില്ലേലും സാരമില്ല, 4 ദിവസത്തിന് വെള്ളമുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ ആ മൊബൈൽ ശബ്ദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്, ആ വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഇന്ന് കണ്ടെത്തിയെങ്കിലും ഇനി ഒരു 100 മീറ്ററോളം മണ്ണ്, പൊങ്ങിക്കിടക്കുന്ന മണ്ണ് മാറ്റാനുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടെ മാറ്റിക്കഴിഞ്ഞെങ്കിലേ നമുക്ക് നിജസ്ഥിതി അറിയാൻ കഴിയുള്ളൂ. എങ്കിലും വളരെയധികം പ്രതീക്ഷയോടെയാണ് ആ അർജുൻ്റെ ഭാര്യയും അമ്മയും അച്ഛനും വീട്ടുകാരും സുഹൃത്തുക്കളും കേരളത്തിലെ പോലീസും, കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ പോയിട്ടുണ്ട്. ഇവിടുന്ന് പലരും റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ആ ട്രക്കിൻ്റെ ക്വാളിറ്റിയെ പറ്റി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ തന്നെയാണ് ചില വാർത്തകൾ കണ്ടത്. ആ ക്യാബിനെ അവർ കാണിച്ചിരുന്നു. അതുകൊണ്ട് ആ ക്യാബിനകത്ത് മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണാലും അതിനകത്ത് ഒരു പ്രഷർ ഉണ്ടായി ചപ്പാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്ര ബലവത്തായ ക്യാബിനാണ്. അത് AC പ്രവർത്തിച്ചിട്ടുണ്ടാവും. വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തി 2-3 ദിവസം വാഹനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നും മനസ്സിലാകുന്നുണ്ട്. പൊതുവെ ഇന്നലെ വരെ അദ്ദേഹം സർവൈവ് ചെയ്തിരിക്കുന്നുവെന്ന് ഉറപ്പാണ്. ഇനി ഫുഡില്ലാത്ത കൊണ്ടോ വെള്ളമില്ലാത്ത കൊണ്ടോ വായു കുറഞ്ഞത് കൊണ്ടോ അൺകോൺഷ്യസ് ആയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇരിക്കുന്ന സ്ഥലത്ത് മണ്ണിൻ്റെ പ്രഷറില്ല, ചെളിയില്ല, വെള്ളമില്ല. അദ്ദേഹം സുഖമായിട്ട് ആ ഇരിക്കുന്ന സ്ഥലത്ത് ഉണ്ട്. ചുറ്റുവട്ടം ചിലപ്പോൾ മണ്ണുണ്ടായിരിക്കാം. ആ ക്യാബിൻ അത് തടഞ്ഞു നിർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും റഡാർ സിസ്റ്റം പ്രവർത്തിച്ചപ്പം ലൊക്കേഷൻ മനസ്സിലായി. അത് ഈ മൊബൈലിൻ്റെ GPS അനുസരിച്ച് വന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് ആ വാഹനം അർജുൻ്റെ വാഹനം തന്നെയെന്നാണ് നമ്മുടെ ഒരു നിഗമനം. അതുകൊണ്ട് അത് പെട്ടെന്ന് 1-2 മണിക്കൂറിനകം ആ മണ്ണ് മാറ്റി തീരും. അത് നിജസ്ഥിതി അറിയാൻ സഹായിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീജിത്ത് എന്ന് പറയുന്ന അദ്ദേഹം ഈ NDRൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ്. ഈ ഓപ്പറേഷൻ രീതിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുന്ന് ഒരു ഷാഫ്റ്റ് ആ GPS കണ്ട സ്ഥലത്തേക്ക് റോഡിൽ നിന്ന് മണ്ണ് പൊങ്ങിക്കിടന്ന അടിയിൽ കൂടെ ഒരു ഷാഫ്റ്റ് അങ്ങോട്ട് തള്ളി നീട്ടിയിട്ട് അതിൻ്റെ അകത്തെ മണ്ണ് മുഴുവൻ കളഞ്ഞുകൊണ്ടിരുന്നാൽ മുഴുവൻ മണ്ണും മാറ്റാതെ ഈ ലോറിയുടെ ക്യാബിൻ്റെ അവിടെ എത്താം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിദഗ്ധ ഉപദേശം. അത് വളരെ അർത്ഥവത്തും അത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പലരും കഴിഞ്ഞ 24 പേരെയോ 41 പേരെയോ കണ്ട് 2-3 സ്ഥലത്തുനിന്ന് അവർ മണ്ണിനടിയിൽ കിടന്നവരെ ജീവനോടെ രക്ഷപ്പെടുത്തിയ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഈ രീതിയിലുള്ള ഷാഫ്റ്റാണ് അവർ പ്രയോഗിച്ചത്. അതുകൊണ്ട് ആ തന്ത്രം ഇവിടെ പ്രയോഗിക്കണമെങ്കിൽ 2-3 ദിവസം ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അർജുനൻ്റെ സുഹൃത്ത് സമീറിൻ്റെ അഭിപ്രായത്തിൽ അവൻ ജീവിച്ചിരിക്കും. കാരണം 4-5 ദിവസം അതിനകത്തുള്ള ഫുഡുണ്ടാവും, വെള്ളമുണ്ടാവും. ഇപ്പം അദ്ദേഹം ബെല്ലടിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യത്തിന് എയർ അതിനകത്ത് കയറുന്നുണ്ട്. അപ്പം ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ അല്പസ്വല്പം ആഹാരവും വെള്ളവും കഴിച്ച് ജീവൻ നിലനിർത്താനുള്ള തന്ത്രം ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഏതായാലും കുടുംബക്കാരും വലിയ പ്രതീക്ഷയിലാണ്. കേരളത്തിലുള്ള എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും ആ അർജുനൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ വീട്ടുകാരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും 2-3 മണിക്കൂറിനകം ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് വാഹനം കണ്ടെത്തും. ഇവിടെ 3 പേര് മണ്ണിനടിയിലുണ്ട് എന്നാണ് പറയുന്നത്. അതിനടുത്ത് ഈ റോഡ് സൈഡിലുണ്ടായിരുന്ന ഒരു ചായക്കട നടത്തിക്കൊണ്ടിരുന്ന അപ്പനും അമ്മയും മക്കളും മണ്ണിനടിയിൽ പോയി അവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. അതിലൊരു കൊച്ചിനെ കാണാതെ പോയി, അതിൻ്റെയും ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ ശുഭമായ വാർത്ത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.